അവൻ ബഹുമാനപ്പെട്ടതാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാണ്. അവര് പറഞ്ഞു, കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന മിൻ അക്സരി ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അധിക ദുആയിലും പെട്ടതായ പ്രാർത്ഥന ഇതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك وفي طاعتك وفي إيمانك يا الله. ഹൃദയങ്ങളെ തിരിക്കാൻ ശേഷിയുള്ളതായ അല്ലാഹുവേ, ഹൃദയത്തെ തിരിക്കുവാൻ ശേഷിയുള്ള അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ പരിശുദ്ധമായ ഇസ്ലാമിൽ ഈമാനിൽ നിന്റെ ത്വാഅത്തിലായി അടിയുറച്ച് നിർത്തരണേ അല്ലാഹ്. ഫബ്ബിത ഖൽബി അലാ ദീനിക. ഈ ദുആ ആണ് നബിതങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തത് എൻ്റെ അടുക്കൽ ഉണ്ടാകുന്ന സമയത്തെന്ന് മഹദിയാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്നിട്ട് പറയുകയാണ്, ഖുൽതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, മാ അക്സറു ദുആയിക യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. നബിയേ നബിയേ, തങ്ങൾ ഈ ദുആ എന്തിനാണ് ഇത്രയേറെ അധികരിപ്പിക്കുന്നത്? എൻ്റെ അടുക്കൽ വരുമ്പോഴും ഏതെല്ലാ സമയങ്ങളിലും ഞാൻ ജീവിതം മുഴുവനും തങ്ങളെ കാണുന്നു. തങ്ങൾ കൂടുതലായി ദുആ ചെയ്യാറുള്ളതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ തിരിക്കാൻ ശേഷിയുള്ള അല്ലാഹുവേ, ثبت قلبي على دينك وفي طاعتك وفي إيمانك يا الله. നിന്റെ വിശ്വാസത്തിലും നിന്നിലുള്ള ആരാധനയിലും പരിശുദ്ധമായ ദീനിൻ്റെതാകുന്ന വിശ്വാസത്തിലും എനിക്ക് നീ സ്ഥിരത നൽകണേ അല്ലാഹ്. എൻ്റെ ഹൃദയത്തെ അടിയുറച്ച് നിർത്തിത്തരണേ അല്ലാഹ്. എന്തിനാണ് നബിയേ നബിയേ തങ്ങൾ ഈ ദുആ കൂടുതലായി അധികരിപ്പിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിക്കുമ്പോ ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് മറുപടി നൽകിയ ഉമ്മു സലമ ബീവിയെ, ഈ ദുആ ഞാൻ അധികരിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ് ഒരു മനുഷ്യന് ഹിദായത്ത് അല്ലാഹു എങ്ങനെ കൊടുക്കണം, എങ്ങനെ ഊരണമെന്നുള്ളത് റബ്ബിന്റെ കൈകളിലാണ്, അധികാരത്തിലാ. ഫമൻ ശാഅ അസാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അവനതിനെ പരിപൂർണമായി തെറ്റിച്ചു കളയുമേ. ഫമൻ ശാഅ അഖാമ, ആരുടെ ഹിദായത്ത് നിലനിർത്തണോ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനിനെ സ്ഥിരപ്പെടുത്തുമേ. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ وهب لنا من لدنك رحمة إنك أنت الوهاب. നമസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാറുള്ള ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിൽ പെട്ടതായ പ്രാർത്ഥനയല്ലയോ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ. നീ ഞങ്ങൾക്ക് ഹിദായത്ത് എന്ന മഹനീയമായ പ്രകാശത്തിന്റെ കിരണങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് ശേഷം ആ ഹിദായത്തിനെ നീ ഊരിക്കളയല്ല അല്ലാ, നീ അണച്ചു കളയല്ല അല്ലാ. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വെളിച്ചം അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു പ്രകാശമാണിത്. ഇത് എപ്പോ വേണമെങ്കിലും ആര് മുഖേന അല്ലാഹു അണച്ചു കളയാം. അതുകൊണ്ട് വ്യാജ ശൈഖന്മാർ, വ്യാജ സിദ്ധന്മാർ, അവരുടെ കൈകളിൽ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങളുമായി നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ നിലകൊള്ളുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു, വാർത്താ മീഡിയയിലുണ്ടായിരുന്നു, ദമ്പതിമാർ അവരുടെ മകളെ, ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പാപ്പാന്റെ കയ്യിൽ കൊടുക്കാൻ, ആനയുടെ അടിയിലൂടെ നടത്തിക്കാൻ, കുട്ടിയുടെ പേടി മാറാൻ.
അവസാനം സാധനമൊക്കെ അടിച്ച് കാട്രായി അടിച്ച് നിൽക്കുന്ന ഈ പാപ്പാന്റെ കയ്യിൽ നിന്ന് കുട്ടി താഴോട്ട് വീടും. ആ സമയത്ത് ആനയെങ്ങാനും ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തീർന്ന്. പൊടിക്കുഞ്ഞല്ലേ, പൊടിക്കുഞ്ഞിനെയും കൊണ്ട് ഈ കള്ളും കഞ്ചാവുമായിട്ട് നിൽക്കുന്ന ഇവന്റെ കയ്യിൽ, ഈ പാപ്പാന്റെ കയ്യിൽ ഈ സാധനത്ത് കൊടുത്തിരിക്കുക, കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ്. ആദ്യം അടിക്കേണ്ടത് രക്ഷിതാക്കൾക്കിട്ടാണ്. മനുഷ്യന്റെ അന്ധവിശ്വാസം നോക്കണം. ആനയുടെ കാലിനടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ പേടി മാറുമെന്ന് ആരാ പറഞ്ഞിരിക്കും? വർഷം 2025 നിന്ന് 26 എത്തിയാലും മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ യാതൊരു കുറവുമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അന്ധവിശ്വാസം ഇന്നും എന്നും എക്കാലഘട്ടത്തിലും ജനങ്ങളെ പിടികൂടും. അതിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതിൽ ഏറ്റവും കൂടുതൽ വശംവദരാകുന്നത് സ്ത്രീകളാണ് ആദ്യം പെട്ടുപോവുക. ലോകത്ത് ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. ഇന്നീ ലക്കും നാസിഹുൻ അമീൻ. സ്വർഗത്തിലേക്ക് കടത്തിയതാകുന്ന മാതാപിതാക്കൾ ആദ്യ വ്യക്തിയല്ലേ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാവും ഉമ്മയും. രണ്ടുപേരോടുമായി അള്ളാഹു പറഞ്ഞു സ്വർഗത്തിൽ കടന്നുകൊള്ളുക. പക്ഷേ ആ കാണുന്നതാകുന്ന മരത്തിലേക്കോ അതിന്റെ കായ്കളിലേക്കോ അടുക്കരുതേ. വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഒരു മരത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞ് ശക്തമായി വിലക്കേർപ്പെടുത്തി. വിശാലമാണ് സ്വർഗം. സ്വർഗത്തിലെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, കായ്കനികളുണ്ട്. ഏത് വേണമെങ്കിലും കഴിക്കാം, ഏത് വേണമെങ്കിലും കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അള്ളാഹു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരൊറ്റ മരത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇങ്ങോട്ട് അടുക്കരുത്. പക്ഷെ അതേ മരത്തിലേക്ക് തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അടുപ്പിച്ചു. ഖുർആൻ പറഞ്ഞതല്ലേ, ഫവസ്വസ ലഹുമശ്ശൈത്വാൻ. പിശാച് അവർക്ക് ദുർബോധനം നടത്തി. പിശാച് അവിടെ ചെന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ആ മരത്തിന്റെ കായ്കനികൾ എന്താ വിലക്കെന്നറിയോ? നിങ്ങളത് കഴിച്ചാൽ രാജാവ് രാജ്ഞിയെ പോലെ കാലാകാലം ഇവിടെ കഴിയാം. നിങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. ഒന്ന് കഴിച്ചു നോക്കിയാൽ റാഹത്തായിട്ട് കഴിയാം. ഇതന്നെയാണ് ഇന്ന് നടക്കുന്ന ദുർമന്ത്രവാദികളൊക്കെ ചെയ്യുന്ന പരിപാടി. ഇതാ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളെ പെടുത്തിക്കളയാൻ. നിങ്ങൾക്ക് നല്ല റാഹത്തായിട്ട് ജീവിക്കാം, സന്തോഷകരമാകുന്ന ജീവിതം കിട്ടും. ഇന്നീലക്കും നാസിഹുൻ അമീനുൻ. പിശാച് പറഞ്ഞ വാക്കതാണ്, ഞാൻ നിങ്ങൾക്ക് നല്ല ഉപദേശകനാണ് കേട്ടോ. വേറെ ആരും ഇതുപോലെ നല്ല സൂപ്പർ ഉപദേശം തരാനില്ല. ഹലാക്ക് പിടിപ്പിച്ചിറക്കാൻ പോവാണ് ഇവന്റെ ഉള്ളു വേറെ ശനി, പക്ഷെ ഇവനെ പറഞ്ഞു കൊടുക്കുന്ന ശനി ഇതാണ്. അങ്ങനെ ദുർബോധന നടത്തി ആദ്യം അതിൽ വശംവദനായി വീണത് ഹവ്വാ ഉമ്മയാണ് എന്ന് ചരിത്രത്തിൽ കാണാം. ഉമ്മ വീണുപോയി. സ്ത്രീകളാണ് പെട്ടെന്ന് പെട്ടുപോവുക. അപ്പൊ പിന്നെ അവരിങ്ങനെ പറയാൻ തുടങ്ങി. ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ച് ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞേ, ഒന്ന് കഴിച്ചു നോക്കാം, കുഴപ്പം നോക്കാലോ. അങ്ങനെയാണല്ലോ ഇന്നും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, കാര്യം എന്തൊക്കെ പറഞ്ഞാലും മൂപ്പരിൽ എന്തോ ഒരു കഴിവുണ്ട്, അതുകൊണ്ടാണല്ലോ അവിടെ അത്ര ആള് കൂടുന്നത്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സമസ്തയുടെ പണ്ഡിതന്മാരും ഉലമാക്കളും ഒക്കെ എതിർത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളിത്ര പോകാനുള്ള കാരണം എന്താ? എന്തോ കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരും അറിയേണ്ട പതുക്കെ രഹസ്യമായിട്ട് പോവാം. പെണ്ണുങ്ങൾ ഹിക്മത്തിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുണ്ട്. ഇതിപ്പോ സമൂഹത്തിൽ നടക്കാൻ. അപ്പൊ ഹാജിയാര് പതുക്കെ ഹിറാൻ കെട്ടി പതുക്കെ അങ്ങോട്ട് പോവാൻ. ഉള്ള സമ്പത്തും കൊണ്ട് അവിടെ കൊണ്ടുകളയും. ദീനമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണതകൾ വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ അതാ കാഹിനാ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരില്ലേ, അവന്റെ വീടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കുറ്റിയടിക്കേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്ന് കളം വരച്ചൊന്ന് നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയതാകുന്ന ഹാജിയാക്കന്മാർ, സമുദായത്തിൽ അറിയപ്പെടുന്നതാകുന്ന വലിയ വലിയ പണക്കാർ, പണച്ചാക്കുകൾ ഇതാ ജ്യോത്സ്യന്മാരുടെ സമീപത്ത് പോകുന്നവരില്ലയോ? കണിയാന്മാരുടെ സമയം നോക്കിക്കൊണ്ട് വീടിന്റെ കുറ്റിയടി കർമ്മങ്ങൾ നടത്തുന്നവരില്ലയോ? വീടിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നവരില്ലയോ? അവന്റെ ഹോട്ടലിലേക്ക്, ജ്വല്ലറികളിലേക്ക്, ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്കൊക്കെ വലിയ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന കണക്ക് നോക്കിക്കൊണ്ട് ഓരോ
മൂലകൾ കണക്കാക്കുന്നവരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അതാ കാഹിനാ, ഏതെങ്കിലും ഒരു സത്യവിശ്വാസി മുഅ്മിൻ അവനൊരു ജ്യോത്സ്യനെ സമീപിച്ചാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആ ജ്യോത്സ്യൻ കണക്ക് നോക്കിയിട്ട് പറയുന്ന വിഷയത്തിൽ പരിപൂർണമായി വസ്തുതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനിന്റെ മതനിയമങ്ങളെ പരിപൂർണമായി ഒഴിവാക്കിയവനാണ് അവൻ നിഷേധിയാണ്, നിഷേധിയാൻ. അഥവാ കാഫിറായി മരണപ്പെട്ടു പോകുവാൻ അത് മതിയെന്ന് നബിയോനാ റസൂലുള്ളാഹി. മോമിനിന്റെ കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഒരു ഹൈന്ദവ സമൂഹത്തിലുള്ള മനുഷ്യൻ അയാൾ ജ്യോത്സ്യനെ സമീപിക്കും, നമുക്ക് നമ്മളെ സംബന്ധിച്ച് തെറ്റല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം. ഒരു മോമിനായ മനുഷ്യൻ അവനവന്റെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന പ്രവണത വരാൻ പാടില്ല. അവന്റെ ആഘോഷങ്ങൾ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നതാകണം. അവൻ ക്രിസ്മസിനും ഓണനും ന്യൂ ഇയറിനും എന്ന് വേണ്ട അങ്ങനെയുള്ള ആഘോഷ പൊലിമകളിലൂടെ മർമ്മപ്രധാനമായ തലത്തിലേക്ക് പോകരുത്. കാരണം ക്രിസ്മസിന്റെ ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, മുസ്ലിമിനുള്ളതല്ല. ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് അവരുടെ ദൈവമാകുന്ന, നമ്മൾ പ്രവാചകനാണെന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ ജന്മദിനം ഒരിക്കലും ഡിസംബർ 25 നമ്മൾ വിശ്വസിക്കുന്നില്ല, അത് തെളിയപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു പ്രവാചകനെ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ആ പ്രവാചകനെ ദൈവമായിട്ടാണ് കാണുന്നത്, നമ്മളോ ദൈവമായിട്ടല്ല കാണുന്നത്. അപ്പോൾ തന്നെ വിശ്വാസത്തിൽ തെറ്റി. പിന്നെ എങ്ങനെ അവരുടെ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കും? അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവരേതൊരു ആദർശത്തിന്മേലാണോ ആ ആഘോഷം ആഘോഷിക്കുന്നത് അതിലേക്ക് നമ്മൾ ചേക്കേറുകയാണ്. അപ്പൊ നമ്മൾ മുർത്തദ്ദായി പോകാൻ അത് കാരണമാകും. അവർ ദൈവമാണെന്നും ദൈവപുത്രനാണ് ഈസാ നബി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്മസിൻ്റെതാകുന്ന ദിവസത്തിൽ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് അവർ ആഘോഷിക്കുന്നത് എങ്കിൽ നീ ആഘോഷത്തിലേക്ക് ചേർന്നുകൊണ്ട് കടമുറകളിൽ സ്റ്റാർ തൂക്കിയിട്ടുകൊണ്ട് അമുസ്ലിമീങ്ങളാകുന്ന ആളുകളുടെ കച്ചവടം കൂടി പിടിക്കാനുള്ള പ്രവണതയാണ് നീ ചെയ്യുന്നതെങ്കിൽ നിന്റെ ദീനിന്റെ ഷിആറിനെ വെല്ലുവിളിച്ചവനായി പോകും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാഇറയിൽ നിന്ന്, അതിന്റെ വൃത്തത്തിൽ നീ പുറത്തു പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അവരല്പം ഇങ്ങോട്ട് കേക്ക് കൊണ്ടുവന്നു, നീ അങ്ങോട്ട് എന്തെങ്കിലും മധുരം കൊടുക്കുന്നു. പെരുന്നാളിന്റെ സുദിനത്തിൽ നല്ല പത്തിരി ഇറച്ചിക്കറി അങ്ങോട്ട് കൊടുക്കുന്നു. അതൊക്കെ പണ്ട് മൂലം ഇവിടെ നടന്നു വരുന്നതാണ്, അതിനൊന്നും ഒരു തെറ്റില്ല. അതല്ല ഈ പറയുന്നത്. മറിച്ച് അവരുടെ ആഘോഷങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് അന്നത്തെ ദിവസങ്ങളിലും ന്യൂ ഇയറിന്റെ ദിവസങ്ങളിലും ആഘോഷങ്ങളുമൊക്കെ ആയി നിലകൊള്ളുന്ന സമൂഹം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാഇറയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഹേതുവായി തീരും. ചില പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകും, ഈമാൻ തെറ്റിപ്പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അതിൽപ്പെട്ടതാണിത്. മനസ്സിലൊന്നും ഉണ്ടായിക്കണമെന്നില്ല, പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. ദീനിന്റെ ഷിആർ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. അശ്ലീലതയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ അവയവങ്ങളെയൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ വിപത്താണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതമഅന്നു ബിഹാ والذين هم عن آياتنا لغافلون أولئك مأواهم النار أولئك مأواهم النار بما كانوا يكسبون. പരിശുദ്ധമായ ദീനിന്റെ ശിആറുകളെ പരിപൂർണമായി അവഗണിക്കുകയും ഖുർആനിനെയും ഹദീസുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് കള്ളിലായി, കഞ്ചാവിലായി, ലഹരിയിലായി ആത്മീയത പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നമസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സക്കാത്തില്ലാത്ത, പാപങ്ങളുടെ കണ്ണീരപ്പാത്ത, നിരാലംബർക്ക് അവലംബമാകാത്ത, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാത്ത നിലയ്ക്ക് മോശപ്പെട്ട ശൈലികൾ അവഗണിക്കുന്നവരില്ലയോ? ഹറാമായ തലത്തിലേക്ക് ജീവിതത്തെ പരിപൂർണമായി കൊണ്ടു നടക്കുന്നവരില്ലയോ?
കള്ളു കുടിക്കാത്ത ദിവസങ്ങളില്ല, പോകാത്തതാകുന്ന പാർക്കില്ല, മാളില്ല, ബീച്ച് റോഡുകളില്ല, എല്ലാ അശ്ലീലതയിലും മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമെന്ന ചിന്തയില്ല, ഖബറിനെ കുറിച്ചുള്ള ഭയപ്പാടില്ല, മഹ്ശറയെ കുറിച്ചുള്ള ബോധ്യമില്ല, അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള ചിന്തയേ ഇല്ല. അല്ലാഹുവിനെ നേർക്ക് നേരെ ഒന്ന് കാണണമെന്ന് പോലും ആഗ്രഹിക്കാതെ ദുനിയാവിന്റെ പിറകെ ഓടുന്നതായ മനുഷ്യ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, അല്ലാഹ് പറയുകയാണ്, നമ്മളെ ഒന്ന് നേർക്ക് നേരെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം പോലുമില്ലാതെ ഈ ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടമോടുന്ന മനുഷ്യരില്ലയോ? പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരില്ലയോ? ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിലൂടെ മാത്രമായി ജീവിതം കൊഴിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരില്ലയോ? ഹറാമായ മുതൽ ഭുജിക്കുന്നവരില്ലയോ? ഹറാമായ തലത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്നവരില്ലയോ? ഉലൈക മഅവാഹുമുന്നാർ, അവർക്ക് അല്ലാഹു നൽകുന്നതായ സങ്കേതം അത് നരകമാണ്, നരകമാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവർ ഈ ദുനിയാവിൽ ചെയ്ത നീചവൃത്യങ്ങളാണ് അതിന് ഹേതുവാകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞതാണ് ആഖിറത്തെ ലക്ഷ്യം വെക്കാതെ കേവലം ദുനിയാവിന്റെ പിറകെ ഓടുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന സഹോദര സഹോദരി, യുക്തിവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, ലിബറലിസത്തിലേക്ക് ഹൃദയത്തെ തുറന്നതാകുന്ന സഹോദര സഹോദരി, ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. നരകത്തിന്റെ ആകുന്ന താളുകളിലേക്ക് നീ എത്തിപ്പെടുമേ, നരകത്തിന്റെ വാഹകനാകുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നരകത്തിലേക്ക് എത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് ഈ പറയുന്ന നരകം? വനാദാ അസ്ഹാബുന്നാർ അസ്ഹാബൽ ജന്ന അൻ അഫീളൂ അലൈനാ മിനൽ മാ ഔ മിമ്മാ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നരകാവകാശികൾ കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിന്റെ അകത്തളത്തിൽ വെണ്ണീറായി കഴിയുന്ന സമയത്ത് നരകാവകാശികൾ ചൂടേറ്റുകൊണ്ട് ശരീരത്തിന്റെ രോമകൂപങ്ങൾ കരിയപ്പെടുമ്പോ, മാംസതലങ്ങൾ ഉരുകി ഒലിക്കുമ്പോ, സ്വർഗാവകാശികളോട് ചോദിക്കുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ ആ സംഭവം കൃത്യമായി നമ്മളെ വരച്ചു കാട്ടുകയാണ്. വനാദാ അസ്ഹാബുന്നാർ അസ്ഹാബൽ ജന്ന, സ്വർഗാവകാശികളൊക്കെ നരകാവകാശികൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിക്കുകയാണ്. അൻ അഫീളൂ അലൈനാ മിനൽ മാ, അല്ലയോ സ്വർഗത്തിൽ വസിക്കുന്നവരെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഞങ്ങളിലേക്കൊന്ന് നോക്കണേ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സ്വർഗീയമാകുന്ന ആസ്വാദനത്തിൽ നിന്ന് ഞങ്ങൾക്കൊരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഞങ്ങളുടെ ശരീരം ഇതാ കരിയുകയാണ്, രോമകൂപങ്ങൾ ഇതാ കത്തിയമർന്നു പോവുകയാണ്, ഞങ്ങളുടെ ചർമ്മങ്ങൾ ഇതാ പരിപൂർണമായി നശിച്ചു പോവുകയാണ്. കുല്ലമാ نضجت جلودهم بدلناهم جلودا غيرها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കേവലം ഈ ദുനിയാവിൽ നീ കാണുന്നതായ തീയായി നരകത്തിന്റെ തീയെ കരുതരുതേ സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ ആഖിറത്തിലെ തീ എന്ന് പറയുന്നത്, നരകീയ ശിക്ഷ എന്ന് പറയുന്നത് ഭീകരമാണ്. ആ നരകത്തിലേക്ക് എറിയപ്പെടുന്നതാകുന്ന മനുഷ്യന്റെ ചർമ്മങ്ങൾ പരിപൂർണമായി ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ കത്തിയമർന്നു പോയാണ്. അവരുടെ ശരീരത്തിന്റെ ചർമ്മങ്ങളും മാംസങ്ങളും അടർന്ന് പുറത്തേക്ക് പോകുമ്പോ ബദ്ദല്ലാഹും ജുലൂദൻ ഗൈറഹാ,
മറ്റൊരു ചർമ്മവും മറ്റൊരു മാംസതലമാകുന്ന ഭാഗങ്ങൾ കൊണ്ട് അള്ളാഹു വീണ്ടും ഇതാ ശരീരത്തെ ക്രമപ്പെടുത്തുകയാണ്. വീണ്ടും ഇതാ ശരീരത്തിലേക്ക് മാംസവും ചർമ്മവും ഇട്ടുകൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയദൂഖുൽ അദാബ്, വേദന അറിയട്ടെ, വേദന രുചിക്കട്ടെ. നരകത്തിന്റെ ശിക്ഷ മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ചവനല്ലേ, രസിച്ചവനല്ലേ, കള്ളു കുടിച്ചവനല്ലേ, കൂത്താടിയവനല്ലേ, പെണ്ണ് പിടിച്ചവനല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവനല്ലേ, ആലിമീങ്ങൾ വാദങ്ങൾ കേൾക്കാതെ ഈ ദുനിയാവിൽ ജീവിച്ചവനല്ലേ. അവന്റെ ശരീരത്തിലെ ചർമ്മങ്ങൾ ഇതാ സെക്കൻഡുകൾ കൊണ്ട് കരിഞ്ഞു മാറുമ്പോ വീണ്ടും ഇതാ ശരീരത്തിലേക്ക് ചർമ്മം അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നരകാവകാശികൾ സ്വർഗത്തിന്റെ വാഹകരോട് വേദന കൊണ്ട് പുളയുമ്പോൾ ചോദിക്കുകയാണ്, അൻ അഫീളൂ അലൈനാ മിനൽ മാ. സ്വർഗാവകാശികളെ, സ്വർഗത്തിന്റെ വാഹകരെ, ഒരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഞങ്ങളുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ശരീരമാസകലം പൊളിഞ്ഞു മാറിയിരിക്കുന്നു, വല്ലാത്ത വേദനയാണ്, പൊള്ളലേറ്റിരിക്കുകയാണ്. ഒരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ സ്വർഗീയമാകുന്ന ആസ്വാദനങ്ങളില്ലേ, ആ ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം ഒന്ന് ഇട്ടു തരുമോ? നരകാവാസികൾ താഴെ തട്ടിയിരുന്നുകൊണ്ട് വ്യസനിക്കുകയാണ്, ദുഃഖിക്കുകയാണ്, ചോദിക്കുകയാണ്. വിളിച്ച് ഖേദിക്കുന്ന ഈ സമയം അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു കൃത്യമായി സ്വർഗാവകാശികൾ കൊടുക്കുന്ന മറുപടി കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. ഖാലൂ, സ്വർഗാവകാശികൾ തിരിച്ചു പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെതാകുന്ന പാനീയമില്ല, സ്വർഗത്തിൻ്റെതാകുന്ന ഭക്ഷണമില്ല, സ്വർഗീയമാകുന്ന വസ്ത്രങ്ങളില്ല, സ്വർഗീയമാകുന്ന വിഭവങ്ങളില്ല. എല്ലാം അല്ലാഹു നിങ്ങൾക്ക് നിഷേധിച്ചിരിക്കുകയാണ്. കാരണം ദുനിയാവിൽ നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവരല്ലയോ. വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى يوم القيامة أعمى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ മറന്ന് ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുഅ്മിനത്തുണ്ടോ, കള്ളു കുടിക്കുന്നവരെ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരെ, സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെട്ടുന്ന സഹോദരിമാരില്ലയോ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ളതായ മുസ്ലിം സഹോദരങ്ങളില്ലേ, ചെറുപ്പക്കാരില്ലേ, പഠിച്ചു വെക്കണേ, നരകമാണ്, നരകമാ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്, വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവരെ, തീർച്ചയായും നിങ്ങൾക്ക് ഈ ദുനിയാവിലും ഖബറിലും നാളെ മഹ്ശറയിലും അല്ലാഹു കുടുസായ ജീവിതം നൽകുകയാണ്. മനസ്സിന് സമാധാനമില്ല, മനസ്സിന് ശാന്തിയില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, മാനസികമായ വിഭ്രാന്തിയാണ്, പ്രയാസത്തിലാണ്, ഖബറവന് ഞെരുക്കമാണ്, ഇടുക്കമാണ്, ബുദ്ധിമുട്ടാണ്. ഫഇന്ന ലഹു മഈശതൻ ലക, ഖബറവൻ അല്ലാഹു ഇടുക്കുകയാണ്. വല്ലാത്ത കൊടുസായ ജീവിതം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുകയാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. തീർന്നില്ല, നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കടന്നു വരുമ്പോ, ഇവനെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ടുവരുമ്പോ അന്ധനായിട്ടാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കടന്നു
വരിക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഈ ദുനിയാവിൽ ധാരാളം സിനിമകൾ കണ്ട കണ്ണല്ലേ, സീരിയൽ ദർശിച്ചതാകുന്ന കണ്ണല്ലേ, അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നവരല്ലേ. ഈ കണ്ണിതാ നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ കണ്ണിന്റെ കാഴ്ചയെ അല്ലാഹു എടുത്തു കളയുകയാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ ഖിയാമത്ത് നാളിൽ സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും സാലിഹീങ്ങളും തെമ്മാടികളും റൗഡികളും യുക്തിവാദികളും നിരീശ്വരവാദികളും വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും വന്നുകൊണ്ട് നിൽക്കുന്നതായ മഹ്ശറയിലേക്ക് ഇന്നുള്ള ജനവിഭാഗം മാത്രമല്ലല്ലോ, വരാനിരിക്കുന്ന ജനകോടികൾ, കഴിഞ്ഞു പോയതാകുന്ന ജനകോടികൾ സർവരെയും ഒരുമിച്ച് കൂട്ടുന്ന കോടതിയിലേക്ക് ഇതാ ഇവൻ കടന്നു വരുമ്പോ, ഇതാ നെല്ലിക്കുന്നുള്ള ഇന്ന സഹോദരി കടന്നു വരുമ്പോ കണ്ണിന് അന്ധതയാണ്, അന്ധതയാണ്. ഖാല റബ്ബി ലിമ ഹശറതനീ അഅമാ വഖദ് കുന്തു ബസീറാ. കണ്ണിന്റെ കാഴ്ച എത്തിപ്പോയതാകുന്ന സഹോദരൻ സഹോദരി അല്ലാഹുവിനോട് അവലാതിപ്പെടുകയാണ്. എന്തിനാണ് പടച്ച റബ്ബേ എന്നെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളഞ്ഞത്? ഞാൻ നല്ലതുപോലെ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ദുനിയാവിൽ കാഴ്ചശക്തിയുള്ള മനുഷ്യനായിരുന്നല്ലോ, എന്തിനാണ് എന്റെ കാഴ്ച എടുത്തു കളഞ്ഞത്? അപ്പോഴാണ് അല്ലാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുന്നത്. ഖാല കദാലിക്, കാര്യം അങ്ങനെ തന്നെയാണ്, ശരി തന്നെയാണ്. ദുനിയാവിൽ നീ കാഴ്ചയുള്ളവനായിരുന്നു, ഇന്നിതാ മഹ്ശറയിലേക്ക് വരുമ്പോൾ നിന്റെ കാഴ്ച ശക്തി അല്ലാഹു പരിപൂർണമായി എടുത്തു കളഞ്ഞു, നിനക്ക് അന്ധത വരുത്തി. എന്തേ കാരണമെന്നറിയുമോ? വഖദ് കുന്തു ബസീറാ ഫകദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ فكذلك اليوم تنسى. നിനക്ക് ദുനിയാവിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നാം നൽകിയതല്ലയോ? നിന്റെ നാഹല്ലത്തിൽ 4-5 ദിവസങ്ങളല്ല 10 ദിവസങ്ങളിലുപരിയായി വാദിന്റെ മജ്‌ലിസുകൾ കൃത്യമായി നടന്നതല്ലേ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉലമാക്കൾ വന്ന് ഉമറാക്കൾ മുഖേന ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിൽ ഇൽമിന്നതാകുന്ന സദസ്സ് പറഞ്ഞതല്ലയോ? ഖുർആൻ ഓതിക്കൊണ്ട് വിശദീകരിച്ചതല്ലയോ? സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നതല്ലയോ? ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതല്ലയോ? മഹ്ശറിലെ ഹിസാബിനെ കുറിച്ച് പറഞ്ഞു തന്നതല്ലയോ? എന്നിട്ടതൊന്നും ചെവിക്കൊള്ളാതെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലയോ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി ഈ ദുനിയാവിൽ നീ നടന്നവനല്ലയോ? നല്ല കാഴ്ചശക്തിയുള്ള മനുഷ്യനായിരുന്നു. ഈ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കണ്ട് മനസ്സിലാക്കാൻ, ഈ ഭൂമി കണ്ട് മനസ്സിലാക്കാൻ, ആകാശത്തിന്റെ നീനവ കണ്ട് മനസ്സിലാക്കാൻ, അനന്തകോടി നക്ഷത്ര താരകങ്ങളെ മനസ്സിലാക്കാൻ, അതിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നിനക്ക് ധാരാളം അവസരമുണ്ടായിരുന്നു. എന്നിട്ട് ആ അവസരങ്ങൾ നീ നിഷേധിച്ചവനല്ലേ? ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ ജീവിച്ചവനല്ലേ? ഫകദാലികൽ യൗമ തുൻസാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നതിന്റെ പേരിൽ ഇന്നിതാ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അല്ലാഹു നിന്നെയും മറക്കുകയാണ്. നിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞത് അതാണ് എന്ന് മലക്കുകൾ മുഖേന മറുപടി കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് സമാഗതമാകും സ്വഹാബ. ആ കാലഘട്ടത്തിലുള്ള ജനവിഭാഗം നന്മകളെ തിന്മയായി കാണുകയാണ്, എല്ലാ തിന്മകളെയും നന്മയായി കാണുന്ന കാലഘട്ടമാണ്. ആ ഒരു രീതിയിലേക്ക് സമൂഹം എത്തിപ്പെടുമേ എന്ന് നബിയോനാ റസൂലുള്ളാഹി അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇന്ന് ഈ സമുദായം നേർക്ക് നേരെ കാണുകയല്ലയോ? പരിശുദ്ധമായ ധീരമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഇന്ന് വെറുപ്പാണ്. ഖുർആൻ ഓതുന്ന ആളുകളെ വെറുപ്പാണ്, ദിക്ർ ചൊല്ലുന്ന ആളുകളെ വെറുപ്പാണ്, സാലിഹീങ്ങളോട് ബന്ധം വെക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. സിനിമാ നടന്മാരോടും നടിമാരോടും ഇന്നത്തെ ജനസമൂഹത്തിന്റെ ഹൃദയത്തിൽ വല്ലാത്ത താല്പര്യമാ. ഒരു നിക്കാഹിന്റെ സദസ്സിലേക്ക് ക്ഷണിക്കുന്നത് ആലിമീങ്ങൾ
താരങ്ങളെക്കാൾ കൂടുതൽ ഇന്ന് സിനിമാ നടന്മാരെയും നടിമാരെയും അല്ലയോ ആർഭാടകരമായി ആഭാസകരമായി നിക്കാഹിന്റെ സദസ്സുകളെ കൊണ്ടുവരുന്നതും ഈ സമൂഹമല്ലയോ സമുദായമല്ലയോ ഖുർആനിനെയും ഹദീസിനെയും പരിപൂർണമായി തൃണവൽഗണിക്കുകയല്ലയോ ആഖിറത്തെ കുറിച്ച് ഭയപ്പാടില്ലാത്ത സമൂഹമായി ഖബറിനെ കുറിച്ച് പേടിയില്ലാത്ത സമൂഹമായി പരലോകത്തെ കുറിച്ച് ഗൗനിക്കാത്ത സമൂഹമായി ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ എല്ലാ തിന്മകളിലേക്കും പരിപൂർണമായി ജനങ്ങൾ ഇതാ കൂപ്പുകുത്തുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയതാകുന്ന പണച്ചാക്കുകൾ തന്റെ പണത്തിൻ്റെതാകുന്ന ഹുങ്ക് കാണിക്കുന്നത് സ്വന്തം മകളുടെ കല്യാണം വരുമ്പോഴാണ് നാട്ടുകാരെ മുഴുവനും വിളിക്കുകയാണ് സമൂഹത്തെ മുഴുവനും വിളിക്കുകയാണ് ഒരു ജില്ല മുഴുവനും അടക്കിയതാ നിക്കാഹിന് ക്ഷണിക്കുകയാണ് ആയിരക്കണക്കിന് പതിനായിരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇതാ പാശ്ചാത്യന്റെ സംസ്കാരമാകുന്ന ബുഫേ സംസ്കാരം കൊണ്ടുവരുകയാണ് ആരാണ് നിനക്ക് അധികാരം നൽകിയത് ഇത്തരത്തിലുള്ള നീചവൃത്യങ്ങൾ ചെയ്തു വെക്കാൻ ഈ രീതിയിൽ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് നിക്കാഹ് എന്ന മഹിതമാകുന്ന കർമ്മത്തെ ഇത്ര മോശവൽക്കരിക്കുവാൻ ആരാണ് നിനക്ക് അനുവാദം നൽകിയിട്ടുള്ളത് അലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്നില്ല ഹദീസുകളെ അവഗണിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ ഇന്ന അഅ്ളമൻ നികാഹി ഐസറഹു മുഅനതാ ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് ഏറ്റവും സന്തോഷകരമാകുന്ന നിക്കാഹ് ഏതെന്നറിയുമോ ഏറ്റവും ചെലവ് ചുരുങ്ങിയതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി കൊറോണയുടെ കാലഘട്ടത്തിൽ 30 പേര് 10 പേര് 20 പേര് കൂടിയിരുന്ന നിക്കാഹ് ഇന്ന് 40,000 ആളുകളെ വിളിച്ചാലും ഹാജിയാർക്ക് മതിയാകുന്നില്ല കാരണം സമ്പത്ത് അല്ലാഹു നൽകിയിരിക്കുന്നു അത് ദൂർത്തും ദുർവ്വയത്തിലുമായി ചെലവഴിക്കുകയാണ് ആഭാസം കാണിക്കുകയാണ് ശരീരത്തിൻ്റെതാകുന്ന വസ്ത്രങ്ങൾ അവയവങ്ങൾ കൃത്യമായി മറയ്ക്കാത്തതാകുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്ന് സാഹിതഗാനം പാടിക്കുകയാണ് ആളുകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നൃത്തനിരങ്ങുകൾ നടത്തുകയാണ് ഈ സമുദായം കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് ഈ സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കുകയല്ലയോ ഖുർആനിനെയും ഹദീസിനെയും അവഗണിച്ചുകൊണ്ട് സമുദായം ജീവിക്കുകയല്ലയോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര ശരിയാണ് കൈഫ അൻതും സ്വഹാബാ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സ്വഹാബാ ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറാ എല്ലാ തിന്മകളെയും പരിപൂർണമായി നന്മയായി കാണുകയാ എല്ലാ നന്മകളെയും തിന്മയായി എണ്ണുകയാണ് ഉറൂസ് നടക്കുന്നതിന് എതിരാണ് ഖുർആൻ ഓതുന്നതിനെതിരാണ് ദിക്റിന്റെ സദസ്സുകൾക്കെതിരാണ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾക്കെതിരാണ് ഖുനൂത്തുകൾക്കെതിരാണ് മരണവീട്ടിൽ വന്നിരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്നതിനെതിരാണ് എന്നാൽ കല്യാണത്തിന് നടത്തുന്ന പേക്കൂത്തുകൾക്കോ ഈ പറഞ്ഞതാകുന്ന സ്ഥലങ്ങളിലോ പാട്ടും ഗാനമേളയും നടത്തുന്നതിന് ആർക്കും തെളിവിന്റെ ആവശ്യമേ ഇല്ല എല്ലാ പേക്കൂത്തുകളും ഇന്ന് പരിപൂർണമായി ചെയ്തു വെക്കുകയാ നന്മകളെ തിന്മയായി കാണുകയാണ് മൗലിദിനെ എതിർക്കുന്ന സുന്നികളില്ലേ റാത്തീബുകളെ എതിർക്കുന്ന സുന്നികളില്ലേ ഇതൊക്കെ മോശപ്പെട്ട പ്രവണതയാണെന്ന് പറയുന്ന തലത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കള് മാറിയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത്ര ശരിയാണ് മൗലിദ് റാത്തീബൊക്കെ ഇന്ന് എടുത്തുപോയി ചെല്ലിക്കുന്ന ആളുകൾ കുറഞ്ഞുപോയി കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ എത്ര വീടുകളിൽ അത്തരത്തിലുള്ള സദസ്സുകൾ നടത്തിയവരുണ്ട് വേണ്ട വീട്ടിൽ കൃത്യമായി ഓരോ ദിവസവും ഒരു ഹിക്കായത്ത് വെച്ചുകൊണ്ട് ഓതിയിട്ടുള്ളതാകുന്ന കുടുംബാദികൾ എത്ര പേരുണ്ട് വളരെ കുറഞ്ഞല്ലേ പള്ളിയിൽ വല്ലതും നടക്കുന്നു അതിന് ചീരണി ഉണ്ടെങ്കിൽ എല്ലാവരും കയറി ഫ്രണ്ടിയിരിക്കും ചീരണിയൊന്നും ഇല്ലെങ്കിൽ അല്ലാഹ് ഹലാസ് ഹദ്ദാദ് റാത്തീബ് പള്ളികൾ നടത്താൻ വലിയ താല്പര്യം കമ്മിറ്റിക്കാർക്ക് നാട്ടുകാർക്ക് ഓതാൻ ആരും ഉണ്ടാവില്ല ഓതിയില്ലെങ്കിൽ പിരിച്ചുവിടാൻ വേണ്ടി ഇഷ്ടം പോലെ ആളുകളുണ്ട് അതാ പറഞ്ഞത് നന്മകളെ തിന്മയായി കാണുന്ന കാലഘട്ടം അതൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ കയറിയിരിക്കാത്തത് ഹദ്ദാദിന് ഇരിക്കാത്തതല്ലേ ഇതൊന്നും വലിയ ഗുണമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന് അവന്റെ ഈമാൻ സ്ഥിരപ്പെടണമെങ്കിൽ അവസാന സമയത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള മരണം വേണോ ഹദ്ദാദ് പതിവാക്കിയാൽ കിട്ടും അല്ലാഹു തൗഫീഖ് തരട്ടെ കാരണം ഹദ്ദാദ് റാത്തീബിൽ ദ്വാരക്കുന്നത് യദൽ ജലാലി വൽ ഇക്റാം അമിത്നാ
അലാ ദീനിൽ ഇസ്ലാം യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. ഹദ്ദാദിൽ 7 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് പറയുന്ന ഒരേ ഒരു വചനം ഈ ഒരു പ്രാർത്ഥനയാണ് ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് മഹത്തായ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. ഇജാബത്ത് ഉറപ്പാണ്. യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവിന്റെ വിശേഷണ നാമമല്ലയോ? ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. എന്നെ മുസ്ലിമായി മുഅ്മിനായി നീ മരിപ്പിക്കണേ അല്ലാഹു തൗഫീഖ് തരട്ടെ. മോമിനായി ജീവിക്കുക, മോമിനായി തന്നെ മരിക്കുക വലിയ തൗഫീഖാണ്. നമ്മളൊക്കെ മോമിനായി തന്നെ ജനിച്ചവരും വളർന്നു വരുന്നവരുമാണ്. മോമിനായി തന്നെ മരിക്കാൻ പരിശ്രമിക്കണം. മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമുസ്ലിമായി ജനിച്ച വ്യക്തിയാണ്. പ്രവാചകരെ വധിക്കാൻ വേണ്ടി തുനിഞ്ഞ വ്യക്തിയാണ്. അവസാനം പരിശുദ്ധ ഇസ്ലാം മതം പുൽകി. പ്രവാചകരെ വധിക്കാൻ ആര് വരുന്നോ, നബിയെക്കെതിരെ എന്തെങ്കിലും ഒരു വാക്കാര് ഉച്ചരിക്കുന്നോ, അപ്പോ വാള് ഉരയിൽ നിന്നെടുക്കാൻ, നബിയെ അവനെ ഇങ്ങോട്ട് വിടേൻ, അവന്റെ തല ഞാൻ കൊയ്യട്ടെ എന്ന് നബിയോട് അനുവാദം ചോദിക്കും. അത്ര നബിയോട് ഇഷ്ക് വെച്ച വ്യക്തിയായി മാറി. അവസാനം ഫസ്റ്റ് ക്ലാസ് മുസ്ലിമായി മരിച്ചു എന്ന് മാത്രമല്ല, വഫാത്തായി. അവരെവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത്. മനസ്സിലാക്കണം. അപ്പൊ ഈമാൻ അതിൻ്റെതാകുന്ന പ്രഭയെ മാറ്റുകൂട്ടിക്കൊണ്ടുവരിക വലിയ തൗഫീഖാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഉറൂസുകൾ നടത്തുന്നത്? എന്തിനാണ് ഇത്തരത്തിലുള്ള മതവിജ്ഞാന വേദി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നത്? നമ്മുടെ ഈമാനിന്റെ പ്രഭയെ മാറ്റുകൂട്ടാനാണ്. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകുന്ന ഒരു ചെറിയ പ്രകാശത്തിന്റെ ശോണിമ മാത്രമാണ് ഹിദായത്ത്. ഇതെപ്പോ വേണമെങ്കിലും എവിടെ വെച്ചും അണഞ്ഞു പോകാം. അതണയാതിരിക്കാൻ നമ്മൾ അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം നിസ്കാരത്തിലൂടെ. അതണയാതിരിക്കാൻ നമ്മൾ ഖുനൂത്തിലൂടെ തേടിക്കൊണ്ടിരിക്കുന്നു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത. അല്ലാഹുവേ, നീ സന്മാർഗം നിർത്തി കൊടുത്തിട്ടുള്ളതാകുന്ന മഹത്തുക്കളോടൊപ്പം ഞങ്ങൾക്കും നീ സന്മാർഗം അടിയുറപ്പിച്ചു തരണേ എന്ന് ചോദിക്കുന്നു. അല്ലാഹു നമുക്ക് നിലനിർത്തി നൽകുമാറാവട്ടെ. ചെറിയ കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും ഏത് നിലയ്ക്കും എവിടെ വെച്ച് നമുക്ക് പിഴച്ചു പോകാം. ഇന്ന് അത്രയേറെ വ്യാജ ത്വരീഖത്തുകൾ സമൂഹത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മ്യൂസിക്കുകൾ ഹലാലാക്കിയിട്ടുള്ള വ്യാജ ത്വരീഖത്തുകൾ ഇന്ന് കേരളത്തിലുണ്ടല്ലോ. സിനിമാ പാട്ട് പാടുന്നത് പോലെ മ്യൂസിക്കുകളും പാട്ടുകളുമായിട്ട് നിലകൊള്ളുന്ന ആളുകൾ, ഒരു കൈയിലെ ലഹരിയുടേതാകുന്ന വസ്തുക്കൾ, സിഗരറ്റ് വലിച്ചും അല്ലാതെയുള്ള ലഹരികളുമൊക്കെ വലിച്ചും അതുമനുസരിച്ചുള്ള ജീവിതം നയിക്കുന്ന ആളുകൾ, അവർക്കും വലിയതാകുന്ന മശായിഖന്മാരുണ്ട്. അവരും പറയുന്നു, ഞങ്ങൾ ശൈഖാണ്, ഞങ്ങൾ ഈ ജനങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കുന്നതാകുന്ന മഹത്തുക്കളാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ളതാകുന്ന മഹത്തുക്കളെ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ തലമുറയിൽ വ്യാജന്മാർ ധാരാളം വിലസുന്നുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന കാസർഗോഡുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാർ, നെല്ലിക്കുന്ന് ഉപ്പാപ്പയുടെ സമുദ്രത്തിൽ വന്നു ചേർന്നിട്ടുള്ളതാകുന്ന യുവാക്കൾ, യുവതികൾ നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. നമ്മുടെ ആത്മീയതയിൽ വെള്ളം ചേർക്കാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ പരിപൂർണമായി നമ്മൾ അടിയുറച്ചു നിൽക്കണം. ഒരു വ്യാജ ശൈഖിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം വിട്ടുകൊണ്ട് യാതൊരുവിധ ചിന്തയ്ക്കും പ്രവർത്തനത്തിനും നമ്മൾ പോകാൻ പാടില്ല. ഫശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ഇൻജലാ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശത്തിൽ പരിപൂർണമായി അടിയുറച്ചു നിന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സകല കാര്യങ്ങളെയും ഏറ്റെടുക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള സകല കാര്യങ്ങളെയും പരിപൂർണമായി ഒഴിവാക്കി സംശുദ്ധമായ ജീവിതം നയിക്കലാണ് ശരീഅത്ത് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. 3 കാറ്റഗറിയാണ്.
മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് എത്താനാണ് നമ്മളൊക്കെ പരിശ്രമിക്കുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തത് ശരീഅത്താണ്, രണ്ടാമത്തത് ത്വരീഖത്താണ്, മൂന്നാമത്തത് ഹഖീഖത്താണ്. അതുപോലെ ശ്രദ്ധിക്കണേ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തത് ശരീഅത്താണ്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മതമൂല്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ശരീഅത്ത് മുറുകെ പിടിച്ചവനായി മാറുക. എല്ലാം മുറുകെ പിടിക്കണം. കേവലം നിസ്കാരം മാത്രം പോരാ, കേവലം റമദാനിലെ നോമ്പ് മാത്രം പോരാ, സക്കാത്ത് കൊടുത്തു വിട്ടൽ മാത്രം പോരാ, ഹജ്ജ് മാത്രം പോരാ. ഇതെല്ലാം ചേർത്ത് വെച്ച് ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നിരാലംബർക്ക് അവലംബമാകുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിലകൊള്ളുന്നു, അയൽവാസികളോട്, നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, ഇതര സമുദായത്തോട്, ബന്ധുക്കളോട്, സ്വന്തം ഭാര്യയോട്, സ്വന്തം മക്കളോട്, കൂടപ്പിറപ്പുകളോടുള്ള എല്ലാ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോഴാണ് അവൻ യഥാർത്ഥ ഇസ്ലാമിന്റെ ശരീഅത്ത് മുറുകെ പിടിച്ചവനാകുക. മാത്രമല്ല, എന്തെല്ലാം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെ പരിപൂർണമായി ഒഴിവാക്കുകയും വേണം. കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പോകരുത്, കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് ചവിട്ടടി വെക്കരുത്. ഒരു വ്യഭിചാരശാലയിലേക്കും നീ പോകാൻ പാടില്ല, ഒരശ്ലീലതയിലേക്കും നിന്റെ കണ്ണ് കൊണ്ടുപോകാൻ പാടില്ല. നിന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും കൂച്ചുവിലങ്ങിട്ട് ഏകനാകുന്ന പടച്ചിറപ്പിലേക്ക് അടിയുറപ്പിച്ച് നിർത്തണം. അപ്പോഴേ ശരീഅത്ത് മുറുകെ പിടിച്ചവനാവും. അല്ലാതെ നിസ്കരിക്കും, അതിനോടൊപ്പം എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ന്യൂ ഇയർ ഒക്കെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് അടിച്ചായിരുന്നു ഉസ്താദ്, ക്വാർട്ടർ ചെറുതായിട്ട് പിള്ളേരുമായിട്ട് കൂടി. അപ്പൊ ശരീഅത്ത് മുറുകെ പിടിച്ചില്ല. ശരിക്കും മനസ്സിലാക്കണം, ഇന്ന് പല ആളുകളും ത്വരീഖത്തിന്റെ വാഹകരും ഞാൻ വലിയ ഹഖീഖത്തിന്റെ ഉടമയാണെന്ന് പറയുന്ന ആളുകളൊക്കെ ലഹരിയുടെ വക്താക്കളായി മാറുന്ന കാലഘട്ടം. ഇല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു കാര്യം മാത്രം മുറുകെ പിടിച്ച് അപ്പുറത്ത് പല തെറ്റുകളിലേക്കും കൂപ്പുകുത്തിപ്പോകുന്നതാകുന്ന സമൂഹം. അങ്ങനെയാകാൻ പാടില്ല. ഇസ്ലാമിന്റെ എല്ലാ ശരീഅത്തുകളെ അഥവാ മത നിയമങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ശരീഅത്ത് മുറുകെ പിടിച്ചവനായി മാറുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴേ ആവുള്ളൂ. അങ്ങനെ ഉള്ളവരുണ്ടോ എന്ന് ചിന്തിക്ക്. അതാണ് ഇമാമിങ്ങൾ പറഞ്ഞത്, ഫശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ഇൻജലാ. ഏകനാകുന്ന പടച്ചിറപ്പിലേക്ക് പരിപൂർണമായി മുഴുകി ജീവിക്കുന്ന വ്യക്തിയായി നീ മാറണമെങ്കിൽ, യഥാർത്ഥമാകുന്ന വിലായത്തിന്റെ തലത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്നാം കാറ്റഗറിയിലേക്ക് പരിപൂർണമായി മുറുകെ പിടിക്കണേ. ഏതാണ് ആ കാറ്റഗറി എന്നറിയുമോ? നമസ്കാരവും ഇബാദത്തുകളും പരിപൂർണമായി മുറുകെ പിടിച്ചവനാണ്. അതിൽ വിട്ടുവീഴ്ചയില്ല, അതിൽ പരിപൂർണമായി മുറുകെ പിടിച്ചവനാണ്. രണ്ടാമത്തെ വാതിൽ അള്ളാഹു തുറന്നു തരുക. ഏതാണ് രണ്ടാമത്തെ വാതിൽ? രണ്ടാമത്തെ സ്ഥാനം, അടുത്ത ദറജ എന്ന് പറയുന്നത് ത്വരീഖത്ത്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ വഴിയരികിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നതാകുന്ന ഏതെങ്കിലും ഒരു സാധനമല്ല, കഴിക്കാനുള്ള ഐറ്റമല്ല. ഉറൂസിന് വരുന്നു, അവിടെ നല്ല മധുര പലഹാരം വിതരണം ചെയ്യുന്നു, അത് പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് ഞാൻ ത്വരീഖത്ത് വാങ്ങി എന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. റമദാനിൽ 27 രാവിലെ വന്ന് പള്ളിയിൽ ദുആ കഴിഞ്ഞു പോകുമ്പോൾ കിട്ടുന്നതാകുന്ന ഒരു നെയ്ച്ചോറിന്റെ ഒരു പൊതി, നെയ്ച്ചോറും പള്ളിക്കറിയും കിട്ടുമ്പോൾ അത് പൊതിഞ്ഞെടുത്തോണ്ട് പോയിട്ട് ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് പോലെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. എന്തോ വഴിയരികിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ളതാകുന്ന സാധനമാണ് ത്വരീഖത്ത് എന്ന് മനസ്സിലാക്കി പോകുന്നവരുണ്ട്. ഞാൻ വലിയ ത്വരീഖത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ അടുത്ത് ഒരു ത്വരീഖത്ത് എന്ന് പറഞ്ഞ ഒരു സൂഫി ഇസ്ലാമിക് ബോർഡ് നമ്മുടെ കേരളത്തിൽ തന്നെ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തു പുതിയതായിട്ട്. ഒരുപാടുണ്ട്, ഒരുപാട് വ്യാജം നിറഞ്ഞിട്ടുള്ള ധാരാളം കള്ളശേഖന്മാരും വ്യാജ ത്വരീഖത്തുകളും ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് വിറ്റഴിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് ആത്മീയ ചൂഷണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് യഥാർത്ഥമാകുന്ന വിലായത്തിന്റെ തലം തീർത്തിട്ടുള്ളതാകുന്ന മഹത്തുക്കളാര്, കള്ളന്മാരാര് എന്നുള്ളത് പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. നിസ്കാരമില്ലാത്ത ഒരൊറ്റ ശൈഖിനെയും നമ്മൾ പിന്തുടരാൻ പാടില്ല. ചില ശൈഖന്മാർ കടന്നു വന്നിട്ട് പറയലുണ്ട്, ഞാൻ ഈ തരുന്ന വിക്ർ മാത്രം നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി, നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല. അങ്ങനെ പറയുന്ന ശൈഖ് ആലപ്പുഴ ജില്ലയിലുണ്ട്, ഇന്നുണ്ട്.
എന്താ പറയുന്നത്? ഞാനൊരു ദിക്ർ തരാം, ആ ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മതി. എന്ത് വേണ്ട? നിസ്കരിക്കണ്ട. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കാത്ത ഒരൊറ്റ വ്യക്തിയും വിലായത്തിലേക്ക് എത്തൂല. ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ, ശരീരം കൊണ്ട് നിർവഹിക്കുന്ന ഏറ്റവും മഹനീയമായ ഇബാദത്താണല്ലോ നിസ്കാരം. അത് ഒഴിവാക്കിയിട്ട് ഞാൻ ഈ തരുന്നതാകുന്ന ഏതാനും ദിക്ർ ആ സമയത്ത് ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞ് ജനങ്ങളെ പടുവിഡ്ഢികളാക്കി അവരുടെ കാൽ കീഴിലിട്ടുകൊണ്ട് ഞെരിച്ചമർത്തുന്നതാകുന്ന കള്ളശേഖന്മാര് ഇന്നും സമൂഹത്തിലുണ്ട്. മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവരിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോയിട്ടുള്ളത് ഈ സമുദായത്തിലേതാകുന്ന മക്കളാണ്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ധാരാളം അന്ധവിശ്വാസങ്ങളിൽ അമർന്നു പോകുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശരീഅത്തിനെ പരിപൂർണമായി മുറുകെ പിടിക്കണേ. ഇസ്ലാമിന്റെ ശരീഅത്ത് പരിപൂർണമായി മതത്തിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമല്ല, ആ മതത്തിന്റെ ആശയത്തിൽ പരിപൂർണമായി നിലകൊള്ളുകയും അതിൽ വളരെയേറെ സൂക്ഷ്മം വെച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുമ്പോഴാണ് രണ്ടാമത്തെ ദറജയിലേക്ക് എത്തുക, ത്വരീഖത്തിലേക്ക് എത്തുക. ത്വരീഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വഴി എന്നാണ്. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ അപ്പോഴായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. ത്വരീഖ് എന്ന് പറയുന്ന വഴി എന്നാണ് അർത്ഥം. ഇതാരിലേക്കുള്ള വഴി? അല്ലാഹുവിലേക്കുള്ള വഴി. അസ്സൈറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ളതാകുന്ന പ്രയാണമാണത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് ഇമാമിങ്ങൾ പ്രയോഗിച്ചത്, സൂഫിയാക്കൾ പ്രയോഗിച്ചത് തന്നെ അസ്സൈർ എന്നാണ്. അസ്സൈറു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്കുള്ള രാപ്രയാണം. രാത്രിയിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് സൂഫീസ ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം അവർ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കും രാത്രി. ഇന്നത്തെ തലമുറയോ രാത്രി സമയങ്ങളിൽ 2 മണിക്കൂർ കിട്ടിയാൽ ഒരു സിനിമ കണ്ട് ഖത്തം തീർക്കും. അല്ലാഹു മുളക്കാക്കുമാറാവട്ടെ. രാത്രിയിലുള്ള സമയങ്ങളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേക്കൂത്തുകൾ അണിഞ്ഞിരുന്നത്. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ പേക്കൂത്തുകൾ ഉണ്ടാകുന്ന രാത്രിയിലാണ്. നിങ്ങൾ നോക്കിപ്പോ ഈ ഉറൂസിന്റെ സമയത്ത് ഇവിടെ സാലിഹീങ്ങളാകുന്ന ഒരുപാട് ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ, മറക്കപ്പുറത്ത് നമ്മുടെ സഹോദരിമാർ, ആയിരക്കണക്കിന് വിശ്വാസിനികൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ടറഫുകളിൽ പന്ത് കളിച്ചും ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന എത്രയോ സഹോദരങ്ങൾ ഈ സമുദായത്തിന്റെ മക്കളില്ലേ? മഗ്രിബിന് ബാങ്ക് മുഴങ്ങുമ്പോൾ തുടങ്ങുന്നതാകുന്ന ടറഫിലെ കളി സുബഹിയുടെ സമയത്ത് വരെ യാതൊരുവിധ മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾ കളിതമാശകളിലുമായി ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നേർക്കുനേരെ കാഴ്ചയായി നമ്മൾ കാണുകയാണ്. ഇതിനിടയിൽ അവന്റെ നമസ്കാരങ്ങൾ പലതും ഖളാ ആകുന്നുണ്ട്, ശ്രദ്ധിക്കുന്നില്ല. നമസ്കാരത്തിന്റെ വാർഷികത്തിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. ഇതായി വരുന്നു പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രാവിത നമ്മളിലേക്ക് വരുന്നു. റജബ് 27 യുസന്നു സൗമുൽ മിഅറാജ്. മിഅറാജിന്റെ നോമ്പ് സുന്നത്താണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനാകുന്ന ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ രേഖപ്പെടുത്തുന്നുണ്ട്. വഅലം, മോനെ നീ അറിയണം, അന്നൽ ലയാലിയൽ മഖ്സൂസ, വളരെ പ്രത്യേകമാക്കപ്പെട്ടതാകുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ചില രാത്രികളുണ്ട്. ബിമസീദിൽ ഫളില്ലതി യതഅക്കദു ഫീഹാ ഇസ്തിഹ്ബാബുൽ ഇഹ്യാഇ ഫിൽ ലയാലി, രാത്രികളിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊള്ളേണ്ട വളരെ മഹത്തരമാക്കപ്പെട്ട പ്രത്യേകമായ ദിവസങ്ങൾ ഫിസ്സനതി, വർഷത്തിലുള്ളത് 15 ലയാലിൻ, 15 രാത്രികളാണ്. അതിൽ ബഹുമാനപ്പെട്ടവർ എണ്ണിയത് അവ്വലു ലൈലത്തും മിൻ റജബ്, റജബിന്റെ ആദ്യ രാവ്. അതുപോലെ എഴുതി വസബഈശരീന മിൻ റജബ്, റജബ് 27-ൻ്റെതാകുന്ന രാവ്. ദുആഇന് ഇജാബത്ത് ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആഇന് ഇജാബത്ത് കിട്ടുന്ന 15 രാവുകളെ എണ്ണി 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 കൃത്യമായി അടയാളപ്പെടുത്തി ഒരു വർഷത്തിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെയും ഖുർആനും ഹദീസിലും ഒക്കെ പഠിച്ചതാകുന്ന വിജ്ഞാനത്തിന്റെ അറിവിലൂടെ ബഹുമാനപ്പെട്ടവർ എഴുതി വെച്ചു, 15 ദിവസങ്ങൾ വർഷത്തിൽ ശ്രദ്ധിക്കണം, 15 രാവുകൾ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽപ്പെട്ട ഒന്ന് നമുക്ക് കഴിഞ്ഞു. റജബിന്റെ ആദ്യ രാവായിരുന്നു, റജബ് മാസത്തിന്റെ ആദ്യ രാവ്. അടുത്തതാണ് ഇത് 27-ാം രാവ്.
ഇനി ശഅബാൻ 15-ാം രാവ് വരുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവും വരുന്നുണ്ട്. നാളത്തെ രാത്രി അത്രമേൽ മഹത്തരമുള്ളതാണ്. എല്ലാ വെള്ളിയാഴ്ച രാത്രിയും ദുആഇന് ഇജാബത്തുള്ള രാത്രിയാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് പഴമക്കാര് വളരെ ശ്രദ്ധിച്ചിരുന്നു. അവർ കൂടുതൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് അന്നത്തെ ദിവസത്തെ സ്വലാത്ത് സലാം കേൾക്കും. അതുകൊണ്ട് തന്നെ ആ വെള്ളിയാഴ്ച ദിവസത്തെ പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഉമ്മമാരും ഉപ്പമാരും ചെറുപ്പക്കാരും സഹോദരങ്ങളുമൊക്കെ ഇഅ്തികാഫിന് നിയ്യത്തോടുകൂടി ധാരാളം സഹോദരങ്ങൾ പള്ളിയിലും സഹോദരിമാർ അവരുടെ വീടിൻ്റെ അകത്തങ്ങളിലുമൊക്കെ ജീവസ്വച്ഛതാക്കിയിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ സൂക്ഷ്മമായ ജീവിതം നയിക്കണം, നല്ല സൂക്ഷ്മമായ ജീവിതം നയിക്കണം. എല്ലാ മതനിയമങ്ങളെയും പരിപൂർണമായി മുറുകെ പിടിക്കുന്നതിനോടൊപ്പം അപ്പോഴാണ് ത്വരീഖത്ത് എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുക. നല്ല സൂക്ഷ്മത വേണം. ആ സൂക്ഷ്മതയുടെ അങ്ങേ തലക്കൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ മൂന്നാമത്തതിലേക്ക് എത്തും. അതേതാണ്? അസ്സൈറു ഇലല്ലാഹിൽ നിന്ന് അസ്സൈറു ഫില്ലാഹ്, അള്ളാഹുവിലേക്കുള്ള സഞ്ചാരത്തിൽ നിന്ന് ഹഖീഖത്ത് എന്ന് പറയുന്ന തലത്തിലേക്ക് മൂന്നാമത്തെ ദറജ ഏതാണ്? ഏറ്റവും സമുന്നതമായ ദറജ. അതിലേക്ക് എത്തിയ മഹത്തുക്കളാണ് ഈ കിടക്കുന്ന മഹത്തുക്കളൊക്കെ തന്നെ. അള്ളാഹുവിന്റെ പൊരുത്തം നസീബാക്കട്ടെ. അള്ളാഹുവിലുള്ള സഞ്ചാരമായി മാറും. അള്ളാഹുവിലേക്ക് ലയിച്ചു തീരും. അവർ ദുനിയാവ് മറക്കും. ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണല്ലോ മഹാനാകുന്ന ഖ്വാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ മാസം കൂടിയാണ്. റജബ് 6 അവരുടെ ആണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പൊരുത്തം നസീബാക്കുമാറാവട്ടെ. ഇന്ത്യയിലെ സുൽത്താൻ ഔലിയാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ടവർ. അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് ഈ സദസ്സിൽ നസീബാക്കട്ടെ. നെല്ലിക്കുന്ന് മക്കാമിന്റെ പരിസരത്ത് വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ഉലമാക്കളെയും ഉമറാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 15-ാമത്തെ വയസ്സിൽ തൻ്റെ വാപ്പ മരണപ്പെട്ടു പോയ സമയത്ത് തനിക്ക് അനന്തരം കിട്ടിയതാകുന്ന തോട്ടത്തിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹം ഒരു സൂഫിയാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല, തൻ്റെ കൈവശമുള്ളതാകുന്ന അല്പം കാരയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്തു. അത് കഴിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ ഭാണ്ഡക്കെട്ടിലുള്ളതാകുന്ന ഒരു ചെറിയതാകുന്ന കഷ്ണം, ഉണങ്ങിയതാകുന്ന ഒരു റൊട്ടി കഷ്ണം എടുത്ത് വായിൽ വെച്ച് ചവച്ചിട്ട് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് കൊടുത്തു. 15 വയസ്സുള്ളതാകുന്ന ഈ കുട്ടി അത് കഴിച്ചു. ആ കുട്ടിയാണ് പിന്നീട് വിലായത്തിന്റെ ഉന്നതമായ തലത്തിലേക്ക് എത്തിയതായ ഖ്വാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ കുട്ടിയുടെ യഥാർത്ഥ പേര് ഹസൻ എന്നാണ്. ഹസൻ എന്നാണ് മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെ ഒറിജിനൽ പേര്. മഹാനാകുന്ന അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ടവർക്ക് പിന്നീട് വന്ന ചേർന്നാണ് മുഈനുദ്ദീൻ എന്നുള്ള പേര്. യഥാർത്ഥ പേരെന്താണ്? ഹസൻ എന്നാണ്. അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഫതറക ദുനിയ ബിൽ കുല്ലിയ. മഹാനാകുന്ന ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവർ ഖ്വാജ തങ്ങളെ കുറിച്ച് എഴുതിയതാകുന്ന ഒരു മൗലിദുണ്ട്. അവിടുത്തെ ചരിത്രങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു മൗലിദ് അറബിയിലാണ്. അതിൽ ബഹുമാനപ്പെട്ടവർ ഈ ചരിത്രം കുറിച്ചു വെക്കുന്നുണ്ട്. ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ സൂഫി വര്യനായിരുന്നു. ആ പ്രായമായ മനുഷ്യൻ, തോട്ടത്തിൽ വന്നതാകുന്ന മനുഷ്യൻ, അദ്ദേഹത്തിനെ സൽക്കരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് ഉണങ്ങിയതാകുന്ന ഒരു റൊട്ടി കഷ്ണം എടുത്ത് വായിൽ വെച്ച് ചവച്ചിട്ട് കൊടുത്തു. ആ ഒരൊറ്റ കാരണത്താൽ ഫതറക ദുനിയ ബിൽ കുല്ലിയ, ദുനിയാവിനോട് പരിപൂർണമായി പരിത്യാഗം വന്നുപോയി ബഹുമാനപ്പെട്ടതാകുന്ന ഖ്വാജ തങ്ങൾക്ക്. 15 വയസ്സേ ഉള്ളൂ. പിന്നീട് ഇൽമ തേടിയിട്ടൊരിറക്കമാണ്. ഒരുപാട് ആലിമീങ്ങളുടെ സവിധത്തിൽ പോയി ഇൽമ തേടി. അവസാനം ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഉന്നത ശ്രേണിയിലുള്ള മഹാനുഭാവന്റെ ചാരത്തെത്തി. ഇറാനിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജന്മമെന്ന് ഓർക്കണം. ഇറാനിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ അജ്മീറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന നിർദ്ദേശത്താൽ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നത്, അജ്മീറിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ ചുരുക്കി പറയുന്നു, 20 വർഷം ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു ഹദ്റത്തിൽ ദീൻ പഠിച്ചുകൊണ്ടും തർബിയത്തിലുമായി അദ്ദേഹത്തിന്റെ ചാരത്ത് നിലകൊണ്ടു. അവരൊക്കെ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിതം സംശുദ്ധമാക്കിയ മഹത്തുക്കളാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലോ ഞാൻ ശൈഖാണെന്ന് പറഞ്ഞു വരുന്നവരോ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിൽ കഴിയുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും വലിയതാകുന്ന ലഹരികളും ഏറ്റവും മോശപ്പെട്ടതാകുന്ന ശൈലികളും അവലംബിച്ചുകൊണ്ട് ദീൻ പരിപൂർണമായി നഷ്ടപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന പ്രവണത നമ്മൾ നേർക്കുനേരെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിനെ നമ്മൾ സംരക്ഷിച്ചോണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതെപ്പോ വേണമെങ്കിലും ആരും ഊരിക്കളയാം.
عن شهر بن حوشب رضي الله تعالى أنه قال മഹാനാകുന്ന ശഹ്രി ബിൻ ഹൗശബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് قلت لأم سلمة رضي الله عنها അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഉമ്മയെ കണ്ടപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു പോയി മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ ചാരത്തുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ഏതാണ് മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി നബി തങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിട്ടുള്ള ദുആ ഏതാണ്? അപ്പൊ ഭാര്യ മറുപടി കൊടുക്കണം. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വേറെ ഒരു കളതമാശം പറയുന്നൊന്നുമില്ല. ഖുർആനും ഹദീസും ചരിത്രം മാത്രം പറഞ്ഞ് വേഗം വേഗം പോവാൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നീട്ടൂല, ഒരു അരമണിക്കൂറോടെ ഇരിക്കൂല ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.